മുരിങ്ങയിലയുടെയും കറിവേപ്പിലയുടെയും ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യമില്ല. അപ്പോൾ ഇന്ന് ധാരാളമായിട്ട് മുരിങ്ങയിലയും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടിയൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും ചെയ്യാൻ അറിയാം. എന്നിരുന്നാലും ഈ സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ മുരിങ്ങയിലയും കറിവേപ്പിലയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അടർത്തിയെടുത്ത് വെള്ളമയം മാറ്റി തയ്യാറാക്കി വയ്ക്കുക. ഒപ്പം വേണ്ട ചേരുവകൾ: 1/2 കപ്പ് ഉഴുന്നുപരിപ്പ്, 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, ഒരു 1/4 കപ്പ് കപ്പലണ്ടി, ഒരു 1/4 കപ്പ് എള്ള്. കറുത്ത എള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വെളുത്ത എള്ളും ആവാം. ഒരു 8 ഉണക്കമുളക്, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് നല്ല ജീരകം, കുറച്ച് പുളി. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു 5-8 അല്ലി വെളുത്തുള്ളി കൂടെ ചേർക്കാം. ഞാൻ ചമ്മന്തിപ്പൊടിയിൽ ചേർക്കാറില്ല. തേങ്ങയും ഈ ചമ്മന്തിപ്പൊടിയിൽ ചേർക്കുന്നില്ല. പിന്നെ മുരിങ്ങയിലയും കറിവേപ്പിലയും കുറച്ച് നേരം വെയിലത്ത് വെച്ച് എടുക്കുന്നതാണ് നല്ലത്. എല്ലാം തയ്യാറാക്കി വന്നപ്പോൾ എനിക്കിന്ന് വെയിൽ കിട്ടിയില്ല, നല്ല മഴ. അപ്പോൾ എന്താ ചെയ്യുക, ഒരു പേപ്പറിൽ വിടർത്തിയിട്ട് വെള്ളമയം മാറ്റിയെടുത്തു. ഒരു പാൻ ചൂടാകുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. ഒന്ന് ലേശം വറുത്തതിന് ശേഷം ചെറുപയർ പരിപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ചുമക്കെ വഴറ്റിയെടുക്കുക. ഒപ്പം ജീരകവും കുരുമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക. വീണ്ടും പാൻ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റുക. പുളിയും ഉണക്കമുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണയിലും ചെയ്യാം. ഞാൻ ആകെ 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ വഴറ്റിയെടുത്ത കപ്പലണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും പാൻ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് തയ്യാറാക്കി വെച്ച മുരിങ്ങയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കൈ കൊണ്ട് പൊടിച്ചാൽ പൊടിയണ ഒരു പരുവത്തിൽ വറുത്തെടുക്കുക. ചൂടായ ചട്ടിയിൽ സ്വാദിനാവശ്യമുള്ള കുറച്ച് കല്ലുപ്പ് കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം ചേരുവകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. തരിതരിപ്പായിട്ട് ഈ വിധത്തിൽ അരയ്ക്കുക, ഇല്ലെങ്കിൽ മയത്തിൽ പൊടിച്ചെടുക്കുക. ഞാനിങ്ങനെ മയത്തിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ സ്വാദിഷ്ടമായ മുരിങ്ങയില ചമ്മന്തിപ്പൊടി റെഡി. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചേർത്ത് കഴിക്കാൻ നല്ല സ്വാദാണ്. ഇഡലി ദോശയുടെയും കൂടെ ചേർത്ത് കഴിക്കാം. അപ്പോൾ മുരിങ്ങയിലയൊക്കെ ധാരാളം കിട്ടുന്നവർ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഒപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.